നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, എൻ്റെ ഉമ്മത്തുകളിൽ ഒരു കൂട്ടം പണ്ഡിതന്മാരുണ്ട്. അവർ നല്ല ഭക്ഷണം ഭക്ഷിക്കും, നല്ല വസ്ത്രം ധരിക്കും, നല്ല വാഹനത്തിൽ സഞ്ചരിക്കും, നല്ല വീട്ടിൽ താമസിക്കും, നല്ലതേ അവർ ചിന്തിക്കും, നല്ലതേ അവർ പറയും. ഈ കൂട്ടത്തിൽപ്പെട്ടവരാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ. മഹാനവറുകളുടെ ദീർഘദൃഷ്ടിയും വാക്കിൻ്റെ ആ സൗന്ദര്യവും നിങ്ങളൊന്ന് കേട്ടു നോക്ക്. സമസ്തയിൽ നിന്ന് പുറത്തു പോയവർക്ക് മടങ്ങി വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ സമസ്തയിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. അസംബ്ലിയിലും പാർലമെൻറ്റിലും ഒക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മീറ്റിങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് നടത്താറുണ്ട്. എന്നാൽ അവർ MLA സ്ഥാനം അതോടുകൂടി കഴിഞ്ഞു എന്ന് അർത്ഥമില്ല. അതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് അല്ല ഞങ്ങൾ ഇറങ്ങിപ്പോയത്, മറിച്ച് അവിടെ അന്ന് ചർച്ച ചെയ്ത വിഷയത്തോട് തീരുമാനത്തോട് യോജിപ്പില്ലാത്തത് കൊണ്ട് മാത്രമാണ്. അതെന്തായിരുന്നു അന്ന് അവിടെ ചർച്ച ചെയ്തത് എന്നോ എന്താണ് വിഷയമെന്നോ ഇപ്പോൾ പുതുതായി മെമ്പർഷിപ്പ് എടുത്തു വരുന്നവർക്ക് അറിയുകയില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വളരെ സൗഹാർദ്ദമായി ഇരുന്ന് ചർച്ച ചെയ്ത് രണ്ട് സമസ്ത ഇല്ലാതെ ഒരു സമസ്തയായി വരാൻ ഐക്യത്തിന് വേണ്ടി ചർച്ച ചെയ്യാനും ഇരിക്കാനും ഞങ്ങൾ എപ്പോഴും തയ്യാറാണ്. അതിനിവിടുത്തെ ആലിമീങ്ങളും സയ്യിദന്മാരും മഹാന്മാരെല്ലാവരും ഒത്തൊരുമിച്ച് വരണം. അത് നിങ്ങളെല്ലാം തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യുക. അല്ലാഹു തആല അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിത്തരാൻ. നമുക്കിവിടെ ഭിന്നിപ്പ് പറഞ്ഞുകൊണ്ട് കക്ഷിത്വം പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി കൂടണമെന്ന് ഒരിക്കലും ആഗ്രഹമില്ല.